12/3/2024 ചൊവ്വാഴ്ച വെച്ചുള്ള വ്യാഴഗ്രഹത്തിൻ്റെ ഭാവമാറ്റം കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രക്കാർക്ക്. ഭാവം വെച്ചിട്ടുള്ള മാറ്റമാണ്, അല്ലാതെ കൂറ് വെച്ചിട്ടുള്ളതല്ല. കൂറ് വെച്ചിട്ടെന്ന് പറഞ്ഞാൽ 2.25 നക്ഷത്രം വെച്ചിട്ട് എടുക്കുന്നില്ല. ഭാവം വെച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഓരോ നക്ഷത്രത്തെയും എടുത്തിട്ട് അതിൽ നിന്ന് ഭാവം തിരിച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് ഭാവം വെച്ചിട്ടുള്ളതാണ്. അപ്പം ഭാവം വെച്ച് ചിന്തിക്കുമ്പോൾ വ്യാഴൻ ഇനി എന്താണ് ഈ നക്ഷത്രക്കാർക്ക് ചെയ്യാൻ പോകുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് വ്യാഴം നല്ല സ്ഥലത്ത് നിന്നതുകൊണ്ട് നല്ല ഫലം കിട്ടുന്നു പറഞ്ഞത് കൊണ്ട് നല്ല കിട്ടണമെന്നൊന്നും ഇല്ല. കാരണം ഫലം തീരുമാനിക്കുന്ന മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ടാണ്. അപ്പം വ്യാഴം നല്ലയിടത്ത് നിന്നെന്ന് വെച്ച് മറ്റുള്ളതെല്ലാം മോശത്തിൽ നിന്നാലും ഫലമൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം ഇവിടെ അത് വ്യാഴം നമുക്ക് ഗുണമാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം മാത്രം ഇവിടെ എടുത്താൽ മതി. വ്യാഴം നമുക്ക് സപ്പോർട്ടീവാണോ അല്ലയോ, അതാണ്. സപ്പോർട്ടീവ് ആയതുകൊണ്ട് നമുക്ക് വ്യാഴം നമുക്ക് ഗുണം ചെയ്യാം. വ്യാഴം പ്രധാനപ്പെട്ട ഒരു ഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫലവും ഉണ്ടാവും. പക്ഷേ 100% അതാണെന്ന് ചിന്തിക്കരുത്. അപ്പോൾ കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രക്കാർക്കാണ് ഇത്. മറ്റുള്ളവർക്കൊന്നും ഇപ്പം അല്ല, വേറെ സമയങ്ങളിലാണ് മാറുക. ഇപ്പോൾ കാർത്തിക നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ചെലവിൻ്റെ, അലസതയുടെ, അലച്ചിലിൻ്റെ എല്ലാം ഭാവത്തിലായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത്. നല്ല സ്ഥാനത്തല്ല, മോശ സ്ഥാനത്ത് തന്നെയാണ്. ഒരേ അലച്ചിലുകൾ, എല്ലാത്തിലും ഒരു അലസത, കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുക, നമുക്ക് തന്നെ ഒരു താല്പര്യക്കുറവ് തോന്നുന്ന തരത്തിൽ ചെലവുകൾ കുറച്ചധികം, വേണ്ടാത്ത ചെലവുകളെല്ലാവർക്കും ഉണ്ടാവുക എന്ന നിലയിലായിരുന്നു വ്യാഴം നിന്നിരുന്നെങ്കിൽ ഇനി വ്യാഴം കുറച്ചും കൂടി ആക്റ്റീവായിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ എന്നാലും അത് നല്ല സുഖമുള്ളൊരു സ്ഥലത്തൊന്നുമല്ല. നമ്മൾ ഓവറായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുമോ, അതിൻ്റെ ഫലം കിട്ടാതിരിക്കുക, അങ്ങനെ ഒരു പ്രയാസങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ കണ്ടമാനം വർക്ക് ചെയ്യുക, പക്ഷേ അതിൻ്റെ ഫലം കിട്ടാതിരിക്കുക. പക്ഷേ വർക്ക് ചെയ്യാനെല്ലാം കിട്ടും, പക്ഷേ അതിൻ്റെ പൂർണ്ണമായ ഫലമൊന്നും കിട്ടാതെ വല്ലാതൊരു ഓവർ വർക്കാണ്, ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്ന തരത്തിലാകാം. ചിലപ്പോൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം, വായു സംബന്ധമായ അസുഖങ്ങൾ, ഇങ്ങനെയെല്ലാം ചില അസുഖങ്ങളെല്ലാം ഉണ്ടായേക്കാം. എന്നാലും കഴിഞ്ഞതിനെ അപേക്ഷിച്ച് സാമ്പത്തികപരമായിട്ട് കുറച്ച് നല്ലതാണെന്ന് വേണമെങ്കിൽ, ചെലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ചെറിയ കുറവെല്ലാം, അനാവശ്യ ചെലവുകളെല്ലാം ഒന്ന് ഒഴിവായി കിട്ടും. അങ്ങനെയൊരു ഗുണമുണ്ട്. എന്നാലും നല്ല സ്ഥാനത്തേക്കല്ല, അടുത്ത മാറ്റം മാത്രമേ നല്ലൊരു ഭാവത്തിലേക്ക് വരുന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞതിൽ നിന്നും ബെറ്ററാണെന്ന് പറയാം. എന്നാൽ ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ മോശ സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് വ്യാഴം. അവർക്കിപ്പോൾ നല്ലൊരു ഭാഗ്യസ്ഥാനത്തേക്കെല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് യാത്രകൾ പോകാനുള്ള അവസരങ്ങളെല്ലാം തുറന്നു കിട്ടും. അല്ലെങ്കിൽ ഒരു ഉല്ലാസ യാത്രയെല്ലാം പോകാൻ പറ്റിയ സമയമാണ്, ഭാഗ്യമുള്ളൊരു സമയമാണ്. ഇപ്പം വല്ല പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിന് അനുകൂലമായ തീരുമാനം ഉണ്ടാകും. നമുക്കൊരു ദൂരെ യാത്രയെല്ലാം പോകാൻ, വിദേശത്തേക്ക് പോകേണ്ടിക്കലോ അല്ലെങ്കിൽ ദൂരെ യാത്ര പോകുന്നതിനോ എല്ലാം പറ്റിയ ദിവസമാണ്. നല്ല സ്ഥാനത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ നല്ലൊരു സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. അച്ഛനും മക്കൾക്കും എല്ലാം പൊതുവെ നല്ല സമയമാണ്. വ്യാഴം വളരെ നല്ലൊരു ഗുണം ചെയ്യുവാൻ വേണ്ടിയിട്ട് വ്യാഴന് നിൽക്കാൻ പറ്റുന്ന നല്ല സ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്താണ് വ്യാഴം നിന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിൽ നമ്മളുടെ മാനസിക പ്രയാസങ്ങൾ എന്തൊക്കെയെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് നമുക്ക് മനസ്സിനൊരു സംതൃപ്തി നൽകുന്ന ഒരു ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഉദ്ദേശിച്ച തരത്തിലെല്ലാം, മനസ്സിൽ ചിന്തിച്ച തരത്തിലുള്ള കാര്യങ്ങളെല്ലാം, മനസ്സിൽ ചിന്തിച്ച തരത്തിൽ കാര്യങ്ങളെല്ലാം നീങ്ങിയെന്ന് വരും. അതിന് അനുകൂലമാണ്. മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പീരീഡായിരിക്കും ഇനിയുള്ളത് എന്ന് തന്നെ പറയാം. ഉത്രാടം നക്ഷത്രക്കാർക്കും പൊതുവെ ഒരു അധികം ഓവർ വർക്ക് എല്ലാം ഉള്ളൊരു ഭാവത്തിലായിരുന്നു വ്യാഴം നിന്നിരുന്നത്. കണ്ടമാനം വർക്കുകൾ, പക്ഷെ അതിൻ്റെ ഗുണമൊന്നും കിട്ടാതില്ല. അങ്ങനെയുള്ളൊരു ഭാവത്തിലായിരുന്നു നിന്ന്. അത്ര ഒരു സുഖമുള്ള ഭാവത്തിലൊന്നുമല്ല. പക്ഷേ ഇനിയുള്ളത് നല്ല മനസമാധാനമെല്ലാം കിട്ടുന്ന നല്ലൊരു ഭാവത്തിലേക്കാണ്. മക്കൾക്കെല്ലാം ഉന്നതികൾ ഉണ്ടാകും, മനസമാധാനം ഉണ്ടാകും,
ആത്മീയ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ്. മാനസിക പ്രയാസങ്ങൾ, കുടുംബപരമായ ഉന്നതികൾ, ഇതെല്ലാം ചെയ്യുന്ന എല്ലാ കാര്യവും ഉദ്ദേശിച്ച തരത്തിൽ നീങ്ങുന്ന തരത്തിലുള്ള വ്യാഴന് നിൽക്കാൻ പറ്റുന്ന ഒരു നല്ല സ്ഥാനത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് സാധിക്കും. എന്തെങ്കിലും പഠിക്കാനെല്ലാം ഉദ്ദേശിക്കുന്നുണ്ട്, അതിന് പറ്റിയ സമയമാണ്. അതിന് അനുകൂലമാണ്. പഠിക്കുന്നതിലെല്ലാം മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. കുടുംബപരമായിട്ട് നല്ല സമയമാണ്. എന്ത് കാര്യത്തിനും ഇറങ്ങിത്തിരിച്ചാൽ സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടുന്ന തരത്തിലുള്ളൊരു സമയമാണ്. അതുകൊണ്ട് വ്യാഴം വളരെ നല്ലത് നിൽക്കാൻ പറ്റുന്ന നല്ല സ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം വ്യാഴം ഇവർക്ക് ഉത്രാടം നക്ഷത്രക്കാർക്കും വളരെ നല്ല ഗുണം ചെയ്യുന്ന തരത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. പക്ഷേ ഫലം എന്ന് പറയുന്നത് മറ്റുള്ള ഗ്രഹങ്ങളും കൂടി അനുകൂലമായാൽ കൂടുതൽ ഫലം അനുകൂലമായിട്ട് വരും. എന്നാലും വ്യാഴം നമുക്ക് ഗുണം ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ കാർത്തികക്ക് ചെറിയൊരു മാറ്റം, പക്ഷേ വലിയ മാറ്റമായിട്ടില്ല. അത് അടുത്ത മാറ്റത്തോടു കൂടി മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഗുണം കിട്ടുകയുള്ളൂ. എന്നാൽ കഴിഞ്ഞതിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് നല്ല സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഉത്രാടം നക്ഷത്രക്കാർക്ക് പഴയത് വളരെ മോശ സ്ഥാനമായിരുന്നു. പക്ഷേ ഇപ്പം നല്ലൊരു സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത്. അവർക്ക് എല്ലാ കാര്യത്തിനും മനസമാധാനവും സന്തോഷവും എല്ലാം ഉള്ളൊരു പീരീഡിലേക്കാണ് കാലത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. അതുകൊണ്ട് വ്യാഴം അവർക്ക് നല്ലതേ ചെയ്യാൻ പോകുന്നുള്ളൂ. മറ്റുള്ള ഗ്രഹങ്ങളുടെ കാര്യം അവർ തീരുമാനിക്കും.